കോഴിക്കോട് വിഷനും ബ്രിക്കോ കോഴിക്കോടും അവതരിപ്പിക്കുന്ന വാക്ക് ആൻഡ് ചാറ്റിലേക്ക് ഏവർക്കും ഹൃദ്യമായ സ്വാഗതം. അപ്പോൾ നമ്മുടെ വാക്ക് ആൻഡ് ചാറ്റിലേക്കാണ് അല്ലേ? ശരിയല്ലേ? വാക്ക് ആൻഡ് ചാറ്റ്. അപ്പോൾ നമ്മൾ ഇന്ന് പ്രകൃതി രമണീയമായ സ്ഥലമാണ്. കോഴിക്കോടിനെ സംബന്ധിച്ചിടത്തോളം എന്നല്ല, കടലിനെ സംബന്ധിച്ചിടത്തോളം എല്ലാവർക്കും അറിയുന്ന കാര്യമാണ്. കടൽ എന്ന് പറയുന്നത് സുന്ദരമായ തീരമാണ്. പ്രത്യേകിച്ച് ഈ ചൂടുകാലത്ത് ഏവരും ആശ്രയിക്കുന്ന ഒരു ആശ്രയ കേന്ദ്രമാണ് ഏത്? കടൽ തീരം. നമുക്ക് കടൽ തീരത്തിരിക്കുന്ന ഒരുപാട് കുട്ടികളുണ്ട്. ഒരുപാട് കുട്ടികളുടെ കുസൃതികളും അവരുടെ വിവരണങ്ങളും നമുക്ക് ഇതിനോടൊപ്പം ഒപ്പിയെടുക്കുകയാണ്. നമുക്ക് ഇവരിലേക്ക് ഒന്ന് കടന്നു ചെല്ലാം. കൂടെ ഞാൻ നിങ്ങളെ ക്ഷണിക്കുന്നത്. കമാ. ഓക്കെ, ഇവിടെ കുറേ പേരുണ്ട്. ഇതൊക്കെ ടീച്ചർമാരാണോ? എച്ച് എം ഉണ്ട്, കുട്ടികളുണ്ട്, ഓക്കെ അല്ലേ? അപ്പോൾ ലോകത്തിലെ 14 പ്രൊഫഷനിൽ വെച്ച് ഏറ്റവും നല്ല പ്രൊഫഷനായത് ടീച്ചിങ് അല്ലേ? എച്ച് എം ആണോ? അതെ. സബ്ജക്റ്റ് UP സ്കൂളിൽ 1 സ്കൂളാണ്. ടീച്ചറാണോ? അതെ. നിങ്ങൾ ഏത് സ്കൂളിലാണ്? മണാശ്ശേരിക്ക് എന്തോ പ്രത്യേകത ഉണ്ടല്ലോ? തീർച്ചയായിട്ടും മണാശ്ശേരിക്ക് പ്രത്യേകത. എന്താണ് ആ പ്രത്യേകത? അർപ്പണ മനോഭാവമുള്ള ഒരു കൂട്ടം അധ്യാപകർ. അർപ്പണ മനോഭാവമുള്ള ഒരു കൂട്ടം അധ്യാപകരുടെ കൃത്യമായ ശിക്ഷണത്തിൽ നല്ല മിടുക്കരായ ഒരു കൂട്ടം കുട്ടികൾ വാർത്തെടുക്കുന്ന കൃത്യമായ സപ്പോർട്ട് ഞങ്ങളുടെ രക്ഷിതാക്കളുടെ ഭാഗത്തു നിന്നും കിട്ടുന്നു. നല്ല സമൂഹത്തിലാണ്, എല്ലാം കൊണ്ടും നല്ലൊരു വിദ്യാലയമാണ് ഞങ്ങളിത് കോഴിക്കോട് വിഷൻ്റെ ഒരു ചാനലിൻ്റെ ഒരു പ്രോഗ്രാമാണ് വാക്ക് ആൻഡ് ചാറ്റ് എന്നുള്ള ഒരു പരിപാടിയാണ്. അപ്പോൾ അതുപോലെ തന്നെ ഇന്ത്യയിലെ തന്നെ ആദ്യത്തെ മൊബൈൽ ടെക്നോളജി ഇൻസ്റ്റിറ്റ്യൂട്ടാണ് ബ്രിക്കോ എന്ന് പറയുന്നത്. അവരാണ് നിങ്ങൾക്ക് സമ്മാനം നൽകുന്നത്. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് ഒരു ചോദ്യം ഞാൻ ചോദിക്കും. ചോദ്യത്തിന് ഉത്തരം പറഞ്ഞാൽ നിങ്ങൾക്ക് സമ്മാനമുണ്ട്. എൻ്റെ ചോദ്യത്തിന് നിങ്ങൾക്ക് ഉത്തരം കിട്ടുമോ? ഉത്തരം മുട്ടുമോ? ഉത്തരം കിട്ടാൻ മതിയാവും. ഉത്തരം കിട്ടാൻ മതിയാവും. ഉത്തരം കിട്ടിയാൽ നമുക്ക് സമ്മാനം കൊടുക്കും. ഉത്തരം മുട്ടിയാൽ നമ്മൾ വേറെ ആളിലേക്ക് പാസ് ചെയ്യും. അപ്പോൾ നമുക്ക് ആദ്യം കുട്ടികളോട് ചോദിക്കാം. അതല്ലേ നല്ലത്? ഇതിലാരാ പാട്ട് പാടാൻ കഴിവുള്ളവർ? പെട്ടെന്ന് കൈ ഒന്നിക്കണം. വാ, ചാടിക്കോ. ഒരു നല്ലൊരു പാട്ട് പാടി. എല്ലാരും ഒരു ബാല്യക്കാരന് മുഞ്ചാണ്, ലങ്കി മറിഞ്ഞൊരു മാനത്തമ്പിടി പോൽ ആണ് കടലാണ്, നെഞ്ചി മറിഞ്ഞൊരു മാനത്തമ്പിടി പോലൊരു. ഓക്കെ. ഇനി എൻ്റെ ചോദ്യത്തിലേക്ക് ഞാൻ പോവുകയാണ്. ചോദ്യം നിങ്ങൾ ആരും ഉത്തരം വിളിച്ച് പറയരുത്. ഞാൻ മൈക്കുമായിട്ട് അങ്ങോട്ട് വരും. ഈ മൈക്കുമായിട്ട് വരുന്നതിനിടയ്ക്ക് തന്നെ ഉത്തരം അറിയുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ കൈപ്പൊന്തിക്കുക. വിളിച്ച് പറയരുത്. ഓക്കെ ആണല്ലോ? ചോദ്യം കേട്ടോളൂ. ഒരു വർഷത്തിൽ കൂടുതൽ ഭക്ഷണമില്ലാതെ ജീവിക്കാൻ കഴിയുന്ന ജീവി ഏത്? അറിയില്ല, അതാണ് ഉത്തരം. ഒരു വർഷത്തെ കരടി, താമര, ഒട്ടകം, പിന്നെ അറിയില്ല. ഒരു വർഷത്തിൽ കൂടുതൽ ഒട്ടകം. ഒരു വർഷത്തിൽ കൂടുതൽ ഭക്ഷണമില്ലാതെ ജീവിക്കാൻ കഴിയുന്ന ജീവി ഏത്? കരടി, ഒട്ടകം, ആമയാണ് ഏറ്റവും കൂടുതൽ ആയുസ്സുള്ള ജീവി. അതാദ്യം പഠിച്ചു വെച്ചോളൂ അല്ലേ? അപ്പം നമ്മൾ അതിലേക്ക് പോകുന്നില്ല. ഏതായാലും നമ്മുടെ ചോദ്യം ഇതായിരുന്നു. ഏറ്റവും കൂടുതൽ ഒരു വർഷത്തിലധികം കാലം ഭക്ഷണമില്ലാതെ ജീവിക്കാൻ കഴിയുന്ന ജീവി ഏത് എന്നാണ് നമ്മുടെ ചോദ്യമായിരുന്നത്. എന്തായാലും ഈ ചോദ്യത്തിന് ഉത്തരം മുട്ടിരിക്കുകയാണ്. ഉത്തരം കിട്ടിയിട്ടില്ല. ഈ ഉത്തരം കിട്ടാത്തതിൻ്റെ പേരിൽ ഇവർ അറിവില്ലാത്തവർ എന്ന് തള്ളിക്കളയരുത്. ആ കാര്യത്തെക്കുറിച്ച് അറിവില്ല എന്നുള്ളതാണ് സത്യം. എന്തായാലും നമുക്ക് അടുത്ത ആളിലേക്ക് പോകാം. ഓക്കെ, താങ്ക് യു. അപ്പോൾ നമ്മളെ ഒരു ടീമിന് ഉത്തരം കേട്ട് ഓടരുത്. PT ഉഷയുടെ അയ്യെന്താ PT ഉഷയുടെ പോലെ ഓടണേ? വാ, വരും. ഓടിയാ? നമ്മൾ ഈ കാര്യം നമ്മൾ ആദ്യം കൂടി മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്താ വെച്ചാൽ, നമ്മൾ എന്തിനാണ് ചെല്ലുന്നത്, എന്താണ് ചോദിക്കാൻ ഉദ്ദേശിക്കുന്നതെന്ന് അവർക്കും അറിയില്ല, നമുക്കും അറിയില്ല. പക്ഷേ അവരുടെ സംഭാഷണത്തിൽ നിന്നാണ് എല്ലാം നമ്മൾ കറക്റ്റ് ചെയ്യുന്നത്. പക്ഷേ നമ്മൾ മൈക്കുമായി പോകുമ്പോൾ അവർ ഓടി. നമുക്ക് അടുത്തലേക്ക് പോകും. പേരെന്താ? ദിൽഷിത, മലപ്പുറം. ദിൽഷിത, നല്ലൊരാണ്. എന്താ ചേർച്ച അല്ലേ? എന്ത് ചെയ്യണ്? മിംസ് ഹോസ്പിറ്റലിൽ വർക്ക് ചെയ്യും. വയനാട് അല്ല, അസിസ്റ്റന്റ് നഴ്സിംഗ്. പിന്നെ ഞാൻ ഒരുപാട് പേരോട് ചോദ്യങ്ങൾ ചോദിച്ച് ഉത്തരം മുട്ടി വരികയാണ്. അപ്പോൾ നിങ്ങൾക്ക് ഈ ചോദ്യത്തിന് ഉത്തരം കിട്ടുമോ മുട്ടുമോ എന്നുള്ളതാണ് എൻ്റെ സംശയം. അപ്പോൾ എങ്ങനെയുണ്ട് ചൂട് എന്ന് ഞാൻ ചോദിക്കുന്നില്ല. പക്ഷേ
ചോദിക്കുന്നില്ല. ചൂടിനെ പ്രതിരോധിക്കാൻ നിങ്ങൾ എന്താ ചെയ്യുന്നത്? സൺസ്ക്രീൻ അതാണ് എൻ്റെ ചോദ്യം. ചൂട് എങ്ങനെയുണ്ട് എന്ന് ചൂടുള്ള സമയത്ത് എല്ലാവരും പറയും നല്ല ചൂടാണ്, നല്ല ചൂടാണ്. പക്ഷെ അതല്ല എൻ്റെ ആവശ്യം. ഞാൻ ചോദിക്കുന്നത് ചൂടിനെ പ്രതിരോധിക്കാൻ നിങ്ങൾ എന്ത് ചെയ്യുന്നു? നല്ല വെള്ളം കുടിക്കണം. ഞാൻ സൺസ്ക്രീൻ ഇടും കുറച്ച് ചൂടിന്. അല്ല, ഞാൻ ഈ ഹോസ്പിറ്റലിലൊക്കെ വർക്ക് ചെയ്യുന്ന ആൾക്കാരാണല്ലോ, അപ്പോൾ അതുകൊണ്ട് ചോദിക്കുകയാണ്. അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ ഒരു ചോദ്യം ചോദിച്ചത്. ഹോസ്പിറ്റൽ അങ്ങനത്തെ നല്ല ചൂടുള്ള സമയത്ത് ചൂടിനെ പ്രതിരോധിക്കാൻ നമ്മൾ എന്താ ചെയ്യേണ്ടത്? എന്താ കേട്ടോ, നമ്മുടെ ഹെൽത്ത് നോക്കണം. അതെ, നോക്കണം. എങ്ങനെ? അതന്നെ, വെള്ളം കുടിക്കണം, ധാരാളം വെള്ളം കുടിക്കണം. അല്ലേ? ഒരു വർഷത്തിലധികം ഭക്ഷണമില്ലാതെ ജീവിക്കാൻ കഴിയുന്ന ജീവി ഏത്? ഒരു പക്ഷിയാണത്? ജീവിയാ? അല്ല, വിജ്ഞാനപ്രദമായ ചോദ്യം. അറിയില്ല. അപ്പോൾ നമുക്ക് അടുത്ത ആളിലേക്ക് പോകാം. ഇവർക്കും അറിയില്ല. ഓക്കെ. ഞങ്ങളോടൊരു വിജ്ഞാനപ്രദമായ ചോദ്യം ചോദിക്കാൻ, വേറെ ഒന്നുമില്ല, നാടിനെ കുറിച്ചൊന്നും ചോദിക്കാനൊന്നുമില്ല. പേരെന്താ? സജിന, ഷബ്ന, ജസിൽ, ഹാജറ. എവിടെ വീട്? നന്മണ്ട. നമ്മളവിടെ അടുത്തല്ലേ, ബാലുശ്ശേരി നന്മണ്ട അല്ലേ? നന്മണ്ട സ്കൂളിൽ ആരെങ്കിലും പഠിക്കണ്ടോ? ഞാൻ നരിക്കിനല്ലേ പഠിക്കണേ? എങ്ങനെയുണ്ട്? കുഴപ്പമില്ല, പ്ലസ് വൺ. ഇപ്പോൾ പ്ലസ് വൺ കഴിഞ്ഞു. സയൻസ്. ഓക്കെ. സജിന, സജില, ഹാജറ, പിന്നെന്താ? നെസിൽ. ഓക്കെ, കറക്റ്റാണല്ലോ പേരല്ലേ? ഓക്കെ. അപ്പോൾ എങ്ങനെയുണ്ട് ഇവിടുത്തെ അന്തരീക്ഷമൊക്കെ? ചൂടുകാലാണോ ഇഷ്ടം, തണുപ്പ് കാലമാണോ ഇഷ്ടം, മഞ്ഞുകാലമാണോ ഇഷ്ടം? തണുപ്പ് കാലം എനിക്കിഷ്ടം. തണുപ്പ് കാലമാണ് ഇഷ്ടം. അപ്പം മൂടി പുതച്ച് കിടന്നുറങ്ങാം അല്ലേ? അതാണ് ഇഷ്ടം. ഇയാൾക്കോ? തണുപ്പ് കാലം. തണുപ്പ്. ഈ തണുപ്പ് പറയുന്നത് എല്ലാവരും ഇത് തന്നെയാണ്, മൂടി പോച്ച് കിടന്നുറങ്ങാൻ വേണ്ടിയിട്ട് തന്നെയാണ് മൂപ്പര്. നിങ്ങൾക്ക് ഇതിൽപ്പെട്ട ആളല്ലേ? ഇവിടെ പേരെന്താ? അബ്ദുറഹിമാൻ. നിങ്ങൾക്ക് ഏത് കാലം ഇഷ്ടം? ചൂടുകാലം. ചൂടുകാലം. എന്താണ്ടോ ചൂടുകാലം ഇഷ്ടം? ചൂടുകാലത്തിന് നമുക്ക് ഉപയോഗിക്കാൻ വേണ്ടി സാധിക്കും. കേട്ടോ, തണുപ്പ് കാലത്ത് നമുക്ക് വേറൊരു രീതിയിലേക്ക് ഒന്നും ചെയ്യാൻ പറ്റി. തണുപ്പിനെ രക്ഷപ്പെടാൻ വേണ്ടി കഴിഞ്ഞിട്ട് എത്ര നമ്മളതിന് ഷട്ടറൊക്കെ ഇട്ടാലും തന്നെ അതിൽ നിന്ന് രക്ഷപ്പെടാൻ സാധിക്കില്ല. ഇല്ല. ചൂടുകാലത്ത് പിന്നെ നമുക്ക് എന്താ വെച്ചാൽ തണലിലേക്കോ അതല്ലെങ്കിൽ വേറെങ്കിലും മാറി ഫാനോ അതോ ഇതൊക്കെ ഉപയോഗിച്ച് കഴിഞ്ഞിട്ട് നമുക്ക് സാധിക്കും. കേട്ടല്ലോ, കേട്ടില്ലേ? ഇതാണ് വിവരമുള്ളവരെന്ന് പറയുന്നത്. ഒരു വർഷത്തോളം അല്ലെങ്കിൽ ഒരു വർഷക്കാലം ഭക്ഷണമില്ലാതെ ജീവിക്കാൻ കഴിയുന്ന ഒരു ജീവി ഏതാണ്? ചോദ്യമല്ല കേട്ടോ, വിജ്ഞാനപ്രദമായ ചോദ്യം. ആമയാണെന്നാണ് എൻ്റെ മനസ്സിൽ. ആമ ഏറ്റവും കൂടുതൽ ആയുസ്സുള്ള ജീവിയാണ്. ഒട്ടകം. ഇതെന്താ ഒട്ടകത്തിൻ്റെ എല്ലാവരും പറയുന്നത്? ഒട്ടകത്തിൻ്റെ കാര്യം തന്നെ വെള്ളത്തിനെ കുറിച്ചാണ്. വെള്ളത്തിനെ തന്നെ സംരക്ഷിക്കാനുള്ള, വെള്ളമില്ലാത്ത സ്ഥലങ്ങളിൽ എത്തുന്നതിന് മുമ്പ് വെള്ളം ശേഖരിക്കാനുള്ള സംവിധാനം അതിനുണ്ട്. ഓക്കെ. അറിയില്ല. തവളയുടെ കാര്യം ഞാൻ പിന്നെ പറയും. ഓക്കെ. ഇല്ല. അപ്പോൾ ഇവർക്കും ഉത്തരം കിട്ടില്ല. ഈ ചോദ്യത്തിനുള്ള ഉത്തരം എനിക്കും എൻ്റെ ക്യാമറമാനും മാത്രം അറിയുള്ളൂ എന്നാണ് തോന്നുന്നത്. ഏതായാലും നമുക്ക് ചോദ്യത്തിൻ്റെ ഉത്തരവുമായി അല്ലെങ്കിൽ ഉത്തരം തേടി നമുക്ക് യാത്ര ചെയ്യാം. കമാ. പ്രോഗ്രാമിൻ്റെ പേര് വാക്കിൻ ചാറ്റ് എന്നാണ്. അപ്പോൾ എന്താണ് പേര്? സുഹറാബി. എന്താ ഇതറിയാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ചോദിച്ചത്. വാക്കിൻ ചാറ്റ്. സിജന, റിഫ. എന്താ പഠിക്കണം? ഡിഗ്രി ഫൈനൽ. ബി അറബിക്ക്. ശരി. അപ്പോൾ ബാക്കിയുള്ളവരൊക്കെ അവിടെ ഒന്നുകൂടെ പോന്നോളൂ. എവിടെ നിങ്ങളെ വീടൊക്കെ? വീട് എവിടെ? വിളവണ്ണ. എവിടെ? പൂവാട്ട്. മാവൂർ ആ ഭാഗത്തുള്ളവരാണല്ലേ? അപ്പോൾ ഇയാൾ പഠിക്കണോ? ഞാൻ ഇപ്പോൾ റിപ്പീറ്റ് ചെയ്തുകൊണ്ട് എക്സാം ആണ് അടുത്ത ആഴ്ച. അടുത്ത ആഴ്ച 5-ാം തീയതി അല്ലേ? 5-ാം തീയതി എക്സാമാണോ? ഓക്കെ. എവിടെയാണ് മറ്റേ സെൻറ്റർ വന്നോ? എവിടെ? വളവണ്ണ. ഓക്കെ, ശരി. 5-ാം തീയതി ശനിയാഴ്ചയാണ് എക്സാം. ഓക്കെ, വിജയിക്കട്ടെ. അപ്പോൾ എന്തായാലും എത്രാമത്തെയാണ്? 3-ാമത്തെ. ഓക്കെ. അപ്പോൾ എൻ്റെ ചോദ്യം ഇതാണ്. നമ്മൾ പല ആളുകളോടും ചോദിച്ച് ഉത്തരം മുട്ടി. നിങ്ങൾ ഉത്തരം കിട്ടുമോ എന്നാണ് ചോദ്യം. അപ്പോൾ ഇയാളോട് തന്നെ ആദ്യം ചോദിക്കാം അല്ലേ? ഒരു വർഷത്തോളം ഭക്ഷണമില്ലാതെ ജീവിക്കാൻ കഴിയുന്ന ജീവി ഏത്? എൻസൈക്ലോപീഡിയ. കൊരങ്ങൻ. അത് കുറച്ച് കടന്നുപോയി. അറിയില്ല. ഇല്ല, ആർക്കും ഉത്തരം കിട്ടിയിട്ടില്ല. അപ്പോൾ നമ്മൾ അടുത്ത ആളിലേക്ക് പോകാം. ഓക്കെ. എന്താ പേര്? റാഷിദ്. ഞങ്ങളെ വാക്ക് ആൻഡ് ചാറ്റ് എന്ന് പറഞ്ഞൊരു പരിപാടിയാണ്.
അപ്പോൾ അതുമായിട്ട് ബന്ധപ്പെട്ടൊരു ചോദ്യം ചോദിക്കാൻ വേണ്ടി വന്നതാണ്. പല ആളുകളോട് നമ്മൾ ചോദ്യങ്ങൾ ചോദിച്ചു, ഉത്തരം കിട്ടിയിട്ടില്ല, ഉത്തരം മുട്ടുകയാണ് ചെയ്തത്. നിങ്ങൾക്ക് ഉത്തരം കിട്ടുമോ മുട്ടുമോ? അതാണ് ഞാൻ ചോദിക്കുന്നത്. ഓക്കെ ഓക്കെ. മുട്ടുന്ന ഇല്ല പറയാം. പേര്? റാഷിദ്. സ്നേഹ. വിഷ്ണു. എന്താ ചെയ്യണേ? പഠിപ്പിക്കുക, കോളേജിൽ പഠിപ്പിക്കും. ഏത് സബ്ജക്റ്റ്? സോഷ്യൽ വർക്ക്. സോഷ്യൽ. ഇപ്പോൾ പഠിപ്പിക്കാൻ കയറി. സോഷ്യൽ വർക്ക് തന്നെ സബ്ജക്റ്റ്. PSC ട്രൈ ട്രൈ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഡിഗ്രി ഏതാ? ഡിഗ്രി BA സംസ്കൃതം. സയൻസോ? അല്ല, സംസ്കൃതം. BA സംസ്കൃതമാണ്. നല്ലൊരു സബ്ജക്റ്റാണ്. അപ്പോൾ സംസ്കൃതത്തിന് ഇപ്പോൾ സ്കോപ്പ് ഉണ്ടോ അല്ലേ? എവിടെ വീട്? മലപ്പുറത്ത് എവിടെ? വളാഞ്ചേരി. ഓക്കെ. സോഷ്യൽ. ഓക്കെ. അപ്പോൾ നമ്മുടെ ചോദ്യം, ഇവർ 3 പേരും അധ്യാപകരാണ്. നമ്മൾ ആദ്യത്തെ ഈ എപ്പിസോഡിൻ്റെ ഫസ്റ്റ് പാർട്ടിലേക്ക് നമ്മൾ പോയത് അധ്യാപകരാണ്. ലോകത്തിലെ ഏറ്റവും 14 പ്രൊഫഷനിൽ വെച്ച് ഏറ്റവും നല്ല പ്രൊഫഷനാണ് ടീച്ചിങ് എന്ന് പറയുന്നത്. നല്ല ഒരു അധ്യാപകര സമൂഹം നമുക്ക് വാർത്തെടുക്കാൻ ഇവരിലൂടെ നമുക്ക് സാധിക്കട്ടെ എന്ന് ഞാൻ ആദ്യമായി ആശംസിക്കുന്നു. അതിനോടൊപ്പം തന്നെ നമ്മുടെ ഇപ്പോൾ ഈ സോഷ്യൽ വർക്കാണല്ലേ, അപ്പോൾ നമ്മൾ സമൂഹത്തോട് ഏറ്റവും കൂടുതൽ ഒട്ടിക്കിടക്കുന്ന ഒരു സബ്ജക്റ്റാണ് നിങ്ങൾ പഠിക്കുന്നത് അല്ലേ? അല്ലേ? ഇപ്പോഴത്തെ സമൂഹത്തെക്കുറിച്ച് എന്താണ് നിങ്ങളുടെ അഭിപ്രായം? പെട്ടെന്ന് പറഞ്ഞു. ഇപ്പോഴത്തെ സമൂഹത്തെക്കുറിച്ചിട്ട് വളരെ ഡിഫറെൻറ്റ് കൈൻഡ് ഓഫ് വ്യക്തികളുള്ള സമൂഹമാണ് നമ്മുടെ സൊസൈറ്റിയാണ് നമ്മുടെ. അതെ. ഇപ്പോഴത്തെ ഒന്നാമത്തെ ഒരു ജനറേഷൻ എന്ന് പറയുന്നത് നമുക്കറിയാം, നമ്മുടെ ഇന്ത്യൻ ആസ്പെക്റ്റിൽ വെച്ച് നോക്കുമ്പോൾ ഏറ്റവും കൂടുതൽ യൂത്ത് മൈഗ്രേറ്റ് ചെയ്യുന്ന ഒരു സമയമാണ് നമ്മുടെ ഇതിലുള്ളത്. പിന്നെ ഓൾഡ് ജനറേഷൻ്റെ എണ്ണം കൂടി വരികയാണ്. യൂത്തിൻ്റെ എണ്ണം താരതമ്യേന കമ്പാരിറ്റീവ്ലി കുറവാണ്. അതാണ് ഇപ്പോഴത്തെ ഒരു സൊസൈറ്റി. പിന്നെ ഈ ഒരു ഇൻ്റർനെറ്റ് കാര്യങ്ങൾ 5G ഒക്കെ വരുമ്പോൾ യൂത്തിൻ്റെ ഇടയിൽ പണ്ടത്തെ കമ്പയർ ചെയ്യുമ്പോൾ വളരെയധികം വ്യത്യാസങ്ങളുണ്ട്. ഇപ്പോൾ ആഫ്റ്റർ നമ്മുടെ ഇപ്പോഴത്തെ ഒരു സൊസൈറ്റിയെ നമുക്ക് ബിഫോർ കൊറോണ ആഫ്റ്റർ കൊറോണ എന്ന് നമുക്ക് രണ്ടായിട്ട് തിരിക്കാം. കോവിഡ് പാൻഡമിക്കിന് ശേഷം ഉള്ള ഒരു സമൂഹവും അതിന് മുമ്പേ ഉള്ള സമൂഹം എൻ്റയർലി വ്യത്യാസമുണ്ട്. COVID-19 ശേഷം വളരെയധികം. സ്നേഹനോട് ഇപ്പം ഞാൻ ചോദിക്കുകയാണ്, ഇപ്പോൾ ഈ പുതിയ സൊസൈറ്റീനെ പഠിപ്പിക്കാൻ എളുപ്പമാണോ പ്രയാസമാണോ? എനിക്ക് തോന്നുന്നു കുറച്ചും കൂടി എളുപ്പമാണെന്ന്. കാരണം അവരുടെ കയ്യിൽ കുറച്ചും കൂടി നോളജ് പെട്ടെന്ന് എത്തുന്നുണ്ട്. കാരണം നമ്മുടെ മീഡിയാസും മറ്റ് കാര്യങ്ങളും കൂടുതലുള്ളത് കൊണ്ട് തന്നെ അവരെ വിരൽത്തുമ്പിൽ കാര്യങ്ങൾ എത്തുന്നത് കൊണ്ട് തന്നെ അവരോട് കാര്യങ്ങൾ മനസ്സിലാക്കാൻ കുറച്ചും കൂടി എളുപ്പമായിരിക്കും. അതാണ് എനിക്ക് തോന്നുന്നത്. ഇപ്പോൾ സംസ്കൃതം എന്ന് പറയുന്നത് സംസ്കാരമുള്ള ഭാഷയാണ് സംസ്കൃതം എന്ന് പറയാറുണ്ട്. ഏതൊരു ഭാഷയ്ക്കും സംസ്കാരമുണ്ട് എന്നുള്ളതാണ് ഞാൻ മനസ്സിലാക്കുന്നത്, പഠിക്കുന്നത്. അത് ഉപയോഗിക്കുന്ന ആളെ സംബന്ധിച്ചാണ് സംസ്കാരം അസംസ്കാരം ഉണ്ടാകുന്നത്. ഇപ്പോൾ ഡാഷ് മോൻ എന്ന് വിളിക്കുന്നതും ഡാഷിനോട് കൂടി എന്ത് ചേർക്കണമെന്നും ഉദ്ദേശിക്കുന്നതും ആ സംസാരിക്കുന്ന ആളുടെ ഡിപ്പെൻഡ് ചെയ്തിട്ടായിരിക്കും അല്ലേ? ആണല്ലോ. ഈ സംസ്കൃതം തന്നെ എടുക്കാൻ എന്തായിരുന്നു നിങ്ങളുടെ കാരണം? എന്തായിരുന്നു? സംസ്കൃതം വെച്ചാൽ ടീച്ചിങ് മേഖലയ്ക്ക് പോകാനും പിന്നെ പുതിയ കാര്യങ്ങൾ. ഇപ്പോൾ ഞാൻ +2 ഹിന്ദി ആയിരുന്നു, പിന്നെ അടുത്തത് സംസ്കൃതം എടുത്തു. അപ്പോൾ ഇനി നമ്മുടെ ചോദ്യത്തിലേക്ക് പോവുകയാണ്. ചോദ്യം രസകരമാണ്, വിജ്ഞാനപ്രദമായ ചോദ്യമാണ്. ഒരു വർഷക്കാലം തന്നെ ഭക്ഷണമില്ലാതെ ജീവിക്കാൻ സാധിക്കുന്ന ജീവി ഏതാണ്? ഓർത്തോട്ടെ. നമ്മുടെ ഈ എപ്പിസോഡിൻ്റെ ഏകദേശം അവസാനത്തെ പാർട്ടിലേക്ക് എത്തുകയാണ്. പക്ഷേ ആരും ഇതുവരെ ഉത്തരം പറഞ്ഞിട്ടില്ല എന്നുള്ളതാണ്. അതാണ് ഈ എപ്പിസോഡിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത. നമ്മുടെ ബ്രിക്കോ ഇന്ത്യയിലെ തന്നെ ആദ്യത്തെ മൊബൈൽ ടെക്നോളജി ഇൻസ്റ്റിറ്റ്യൂട്ടായ ബ്രിക്കോ ആണ് നിങ്ങൾക്ക് സമ്മാനം നൽകുന്നത്, അവതരിപ്പിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ആ സമ്മാനമാണ് നിങ്ങൾക്ക് ലഭിക്കുന്നത് ഇവിടെ വെച്ചിട്ട്. ഞാൻ ഈ ഭക്ഷണപ്രിയനാണ് പൊതുവേ. കാരണം വെച്ചാൽ അപ്പോൾ ഞാൻ ഭക്ഷണത്തിനെ കുറിച്ച് മാത്രം ഒരുപാട് കാര്യങ്ങൾ പലപ്പോഴും ഞാൻ പറയുന്ന ഒരാളാണ്. കാരണം ലോകത്തിലെ 4 സെക്കൻഡിൽ 15ഓളം കുട്ടികൾ മതിയായ ഭക്ഷണം ലഭിക്കാത്തതുകൊണ്ട് മരിച്ചുകൊണ്ടിരിക്കുന്നു എന്നാണ്, അറിയാമല്ലോ. 4 സെക്കൻഡിൽ 15ഓളം കുട്ടികൾ മതിയായ. നമ്മൾ ഉണ്ടാക്കുന്നതിനേക്കാൾ കൂടുതൽ ഭക്ഷണം നശിപ്പിക്കുന്നവരാണ്. അതാണിപ്പോൾ ശരാശരി കണക്ക് കാണിക്കുന്നത്. അപ്പോൾ ഞാനിങ്ങനെ ആലോചിച്ചിങ്ങനെ പഠനത്തിന് വിധേയമാക്കിയപ്പോൾ ഭക്ഷണമില്ലാതെ ജീവിക്കുന്ന ഒരു ജീവിനെക്കുറിച്ച് പഠനം നടത്തിയാണ്. അപ്പോഴാണ് എനിക്ക് കണ്ടെത്താൻ കഴിഞ്ഞത് 1 വർഷക്കാലം ഭക്ഷണമില്ലാതെ ജീവിക്കുന്ന അപ്പോഴാണ് ഈ ചോദ്യം ഞാൻ ഇട്ടുകൊടുത്തത്. പക്ഷേ ഈ എപ്പിസോഡ് പൂർണ്ണമാകുന്നതിന് മുമ്പ് പോലും ഇപ്പോഴും ആർക്കും ഇതിന് ഉത്തരം കിട്ടിയിട്ടില്ല, ഉത്തരം മുട്ടിരിക്കുകയാണ്. എന്ന് കരുതി നിങ്ങൾ വിവരമില്ലാത്തവർ എന്ന് പറയരുത്. ആ കാര്യത്തെക്കുറിച്ച് അറിയില്ലാത്തവരാണ്. ഉത്തരം നിങ്ങൾക്ക് കിട്ടിയിട്ടില്ല, സമ്മാനം ഞങ്ങൾ തിരിച്ചു കൊണ്ടുപോവുകയാണ്. അപ്പോൾ എന്തായാലും നമുക്ക് അടുത്ത ആളിലേക്ക് പോകാം. ഓക്കെ, താങ്ക് യു. ഈ മധുരത്തിന്റെ മേലെ എരിവാണല്ലേ? എങ്ങനെയുണ്ട് മധുരം? നല്ലൊരു ഫീലാണ്. നല്ലൊരു ഫീലാണ്. നിങ്ങളെന്താ കഴിച്ചത്? ഞാനൊന്നും കഴിച്ചില്ല. പൈനാപ്പിൾ. എവിടെ വീട്? അടിവാരം കൊയ്തപ്പോയിൽ.
ആ മോനെ വാ, വാ. അടിവാരം പൈനാപ്പിൾ എങ്ങനെയുണ്ട്? ടേസ്റ്റ് ഉണ്ടാ? നല്ല ടേസ്റ്റ് ഉണ്ട്. മധുരത്തിൻ്റെ മേലെ എരി ചേർത്താലല്ലേ? ഈ മധുരത്തിൻ്റെ മേലെ എരി ചേർക്കാൻ തുടങ്ങി കുറേ കാലമായി നിങ്ങൾ? ഒരു 10-20 വർഷമൊക്കെ ആയി. എവിടെയാണ് അപ്പോൾ? ഗൾഫിലാണ്? അതെ, അവിടെ എങ്ങനെയാണ്? പുറത്താണ്. പുറത്താണ്. ഓക്കെ ഓക്കെ. ആ ആ ആ ആ. അപ്പോൾ ആ എരിവും ടേസ്റ്റ്. ഇനി നിങ്ങൾ രണ്ടാമതൊന്നും കൂടെ കടിക്കുക. അപ്പോൾ എന്താ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇതിനകത്ത് എരിവുണ്ട് മധുരമുണ്ട്. ഇത് രണ്ടും കൂടി ഒന്ന് കാണിക്കണം നമ്മുടെ ക്യാമറയിൽ. തുടങ്ങിക്കോ. മധുരം ആ എരിവും. എന്താ അല്ലേ? ഹൈ ഹൈ. അപ്പോൾ അത് ഉഷാറായി. അപ്പോൾ നമ്മുടെ ഒരു ചെറിയൊരു ചോദ്യമുണ്ട്. നമ്മൾ പല ആളുകളോടും നമ്മൾ ചോദിച്ചതാണ്. ചോദ്യത്തിന് ഉത്തരം കിട്ടിയിട്ടില്ല. നിങ്ങൾക്ക് കിട്ടുമെന്നാണ് എൻ്റെ വിശ്വാസം, അല്ലേ? ഒരു വർഷത്തോളം ഭക്ഷണമില്ലാതെ ജീവിക്കുന്ന ഒരു ജീവി ഏതാണ്? ഒരു വർഷത്തോളം? ചെറിയൊരു ജീവിയാണ് സാധനം. ഉറുമ്പ്? ഇല്ല. ഇല്ല. ഒച്ച്. അവിടേക്കൊക്കെ എത്തിയിട്ടുണ്ട് കേട്ടോ, ഏകദേശം എത്തിയിട്ടുണ്ട്. ഒച്ചല്ല. ഈ ഒച്ചില്ലാത്ത സ്ഥലം എവിടെ? ഇല്ലാത്ത സ്ഥലം എവിടെ? അതറിയില്ല. ആ, അത് അടുത്ത ചോദ്യം നമ്മൾ വരും കേട്ടോ. നോ ഐഡിയ. അപ്പോൾ ഒരു വർഷക്കാലം ഭക്ഷണമില്ലാതെ ജീവിക്കുന്ന ജീവി ആരാണെന്ന് ഇവർക്ക് ഉത്തരം കിട്ടിയിട്ടില്ല. ഇവരുടെ നല്ല ആ മധുരം, ആ എന്താ പറയുക, എരുമുള്ള രംഗം നമ്മൾ കണ്ടു കഴിഞ്ഞു. എന്തായാലും നമുക്ക് അടുത്ത ആളിലേക്ക് പോകാം. ഓക്കെ, താങ്ക് യു. നമ്മുടെ ഈ പ്രോഗ്രാമിൻ്റെ പേര് വാക്കാൻ ചാച്ചെന്നാണ് പ്രോഗ്രാമിൻ്റെ പേര്. അപ്പോൾ നമ്മൾ ഒരുപാട് പേരോട് ചോദ്യം ചോദിച്ചു, ഉത്തരം കിട്ടിയിട്ടില്ല. നിങ്ങൾക്ക് ഉത്തരം കിട്ടുമെന്നാണ് എൻ്റെ വിശ്വാസം. 2 പേര് അവിടെ പോയി നിൽക്കും. അതെന്തേ? ചോദ്യം ഉത്തരം ഇഷ്ടമല്ല. കിരൺ വാ. ആ കണ്ട, കിരൺ വാ എന്ന് പറഞ്ഞപ്പോൾ വിളിച്ചു. കിരൺ എന്നാണോ പേര്? ആ ആ കിരൺ. ആ കറക്റ്റ് ഉത്തരം പറയും. കിരൺ എന്ത് ചെയ്യണം? ഞാൻ ചെന്നൈയിലാണ് ഒരു കമ്പനിയിൽ വർക്ക് ചെയ്യുന്നു, പ്രൈവറ്റ് കമ്പനി. വീട് ചെന്നൈ തന്നെ. ചെന്നൈയിൽ. ചെന്നൈ. താമസം അവിടെ തന്നെയാണോ? അല്ല, ഇവിടെ എവിടെയാണ് കേരളത്തിൽ? ചെന്നൈയിൽ തന്നെയാണോ? ആ ശരി ശരി, ഓക്കെ. അപ്പം മോൾക്ക് പാട്ടൊക്കെ പാടാൻ അറിയില്ലേ? ഒരു തമിഴ് പാട്ട് പാടി മോളാണോ? ആ, അപ്പോൾ തമിഴ് പാട്ട് പാടി. പാടിക്കും. എനിക്ക് അങ്ങനത്തെ ഏതാ? എനിക്ക് നിറയെ പാട്ടൊന്നും അറിയത്തില്ല. നിറയെ പാട്ടൊന്നും അറിയില്ല, കുറച്ച് പാട്ടറിയോ? അതറിയില്ല. അല്ല. അപ്പോൾ നമ്മളെ ചോദ്യത്തിലേക്ക് പോവുകയാണ്. അതിന് മുമ്പ് നിങ്ങൾക്ക് പാടാനൊന്നും കഴിവില്ലല്ലേ? 2 പേരും പാടണ്ട. ഈ കഴിവില്ലാത്തവരല്ലാണ് നമുക്ക് ആവശ്യം, പാടുന്നവരെ നമുക്ക് ആവശ്യമില്ല. എനിക്ക് തോന്നുന്നുണ്ട് കിരൺ പാടുന്നുണ്ടോ? എന്താ ശരിയാവില്ല എന്ന്? ഒരു കൈയ്യടി കൊടുത്തത് നിങ്ങൾക്ക് ആദ്യം. ഇഷ്ടമുള്ള പാട്ട് പാടി. ഞാൻ സപ്പോർട്ട് പാടി. ഇതൊക്കെ ഞാൻ പിടിച്ചോളാം. പാടിക്കോന്നേ. നമ്മുടെ ക്യാമറാമാൻ കറക്റ്റ് ആയിട്ട്. ഹേമന്തയാമിനി തൻ പൊൻവിളക്ക് പൊലിയാറായി മകന്ത ശാഖകളിൽ രാക്കിളികൾ മയങ്ങാറായി താമസമെന്തേ വരുവാൻ പ്രാണസഖി. പാട്ടാന്ന് തോന്നുന്നു ഇയാൾക്ക് ഇഷ്ടം. പാട്ട് പാടും അല്ലേ? ഇയാൾക്ക് പാടാൻ അറിയോ? പാടുവിടും. പാടുന്നവർ പാടുവിടുന്ന പറഞ്ഞു. അപ്പോൾ അങ്ങനെയാണെങ്കിൽ വേണ്ട. അപ്പോൾ നമ്മുടെ ചോദ്യത്തിലേക്ക് കിടക്കാം. ഒരു വർഷക്കാലം ഭക്ഷണമില്ലാതെ ജീവിക്കാൻ കഴിയുന്ന ജീവി ഏത്? ഒരു വർഷക്കാലോ? മണ്ണിലല്ല. ഏകദേശം നിങ്ങളൊക്കെ അങ്ങോട്ടൊക്കെ എത്തുന്നുണ്ട്. നേരത്തെ കുട്ടി ഒച്ച എന്ന് പറഞ്ഞു, പാറ്റ എന്ന് പറയുന്നുണ്ട്. പക്ഷേ പാറ്റ എന്ന് പറയുന്ന സാധനം എന്താ? പാറ്റ എന്ന് പറയുന്ന, ഒരു മിനിറ്റ്, പാറ്റ എന്ന് പറയുന്ന സാധനം മണ്ണിൽ നിന്ന് വരുന്നതാണോ? അല്ല. ഞാൻ ഒരു വർഷക്കാലം ഭക്ഷണമില്ലാതെ ജീവിക്കുന്ന ജീവി എന്നാണ് പറഞ്ഞത്. നിങ്ങൾ ഈ പറഞ്ഞ പാറ്റ എന്ന് പറയുന്ന സാധനം മണ്ണിൽ നിന്ന് വരുന്നതാണോ? മഴ പൊടിഞ്ഞു കഴിഞ്ഞാൽ? അല്ല, ഈ മഴ പെയ്ത് കഴിഞ്ഞാൽ പുതുമഴക്ക് മണ്ണിൽ നിന്ന് പൊന്തി വരുന്ന ഒരു സാധനം ഉണ്ടല്ലോ, പാറ്റകൾ, ഈയാൻ പാറ്റ അല്ലേ? അതിൻ്റെ പ്രത്യേകത അറിയോ? അത് നമ്മൾ പഠിക്കേണ്ട വിഷയം തന്നെയാണ്. അതിന് ആയുസ് കുറവാണ്. അതിൽ
ആണേ ഉണ്ടാവുള്ളൂ ഒരു പെണ്ണ്. അത് പ്രത്യുൽപാദനം കഴിഞ്ഞാൽ ആണ് ചത്തുപോകും എന്നുള്ളതാണ് ശാസ്ത്രം. അതിനെക്കുറിച്ചൊന്നും ഞാനിപ്പോൾ പറയുന്നില്ല. ഏതായാലും ആ രീതിയിലേക്കുള്ള പഠനങ്ങളൊന്നും ഇപ്പം നമ്മൾ നടത്തേണ്ട. നമ്മുടെ ചോദ്യം ഇതാണ്, 1 വർഷത്തോളം ഭക്ഷണമില്ലാതെ ജീവിക്കുന്ന ജീവി ഏതാണ്? ഇയാളൊന്നും പറഞ്ഞില്ലല്ലോ. വേറെന്താ? ദൃഷ്ണ. ദൃഷ്ട. ഇതൊന്നും ആലോചിച്ച് നോക്കിയേ. ദൃഷ്ട എന്ത് ചെയ്യുന്നു? ഫിസിയോതെറാപ്പിസ്റ്റ്. ഫിസിയോതെറാപ്പിസ്റ്റ്. ഇപ്പോൾ ഏറ്റവും കൂടുതൽ ആവശ്യമുള്ള സാധനം. ഇപ്പോൾ എല്ലാവരും സ്ട്രോക്ക് വരുന്ന ഒരു കാലഘട്ടമാണല്ലേ. ഇതെന്തുകൊണ്ടാണ് ഇപ്പോൾ എല്ലാവർക്കും ഇങ്ങനെ സംഭവിക്കുന്നത്? ഒന്ന് ഫുഡിന്റെ മെയിനായിട്ട്, പിന്നെ എക്സസൈസ് ഇല്ലായ്മ. എക്സസൈസ് ഇല്ലായ്മ ആണ് മെയിനായിട്ട് അതാണ്. ഫാസ്റ്റ് ഫുഡ് ഒരുപാട് കഴിക്കുന്നുണ്ട്, അതിനനുസരിച്ചിട്ടുള്ള എക്സസൈസ് ചെയ്യുന്നില്ല. ഇത്രയും കാര്യങ്ങളും കൂടി നമ്മളിവിടെ ഇതിലൂടെ മനസ്സിലാക്കാൻ സാധിച്ചു. അപ്പോൾ നമ്മുടെ ചോദ്യം ഒന്നും കൂടി ഞാൻ ആവർത്തിക്കുകയാണ്, 1 വർഷക്കാലം ഭക്ഷണമില്ലാതെ ജീവിക്കാൻ കഴിയുന്ന ജീവി ഏതാണ്? ഓക്കെ, നമുക്ക് അടുത്ത ആളിലേക്ക് പോകാം. ഓക്കെ, ഞാൻ ഗൾഫിലാണ്. എവിടെയാണ്? സൗദിയിൽ. സൗദി അറേബ്യയിലാണ്. അപ്പോൾ ഞാൻ ഒരുപാട് പേരോട് ഞാൻ ചോദ്യം ചോദിച്ചിരുന്നു. ഈ ചോദ്യത്തിന് ഉത്തരം കിട്ടിയിട്ടില്ല. അപ്പോൾ ഉത്തരം ഇവർക്ക് കിട്ടുമെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. ചോദ്യം ഇതാണ്, 1 വർഷക്കാലം ഭക്ഷണമില്ലാതെ ജീവിക്കാൻ സാധിക്കുന്ന ജീവി ഏതാണ്? കുസൃതി ചോദ്യമല്ല, വിജ്ഞാനപ്രദമായ ചോദ്യമാണ്. ഉത്തരമുണ്ട്. ഇന്ത്യയിലെ തന്നെ ആദ്യത്തെ മൊബൈൽ ഫോൺ ഇൻസ്റ്റിറ്റ്യൂട്ടായ ബ്രിക്കോ നൽകുന്ന സമ്മാനമാണ് നിങ്ങൾക്ക്. ചോദ്യം പറയാം. ചോദ്യം, 1 വർഷക്കാലം ഭക്ഷണമില്ലാതെ ജീവിക്കാൻ കഴിയുന്ന ജീവി ഏതാണ്? അറിയില്ല. വാക്ക് ആൻഡ് ചാറ്റ് എന്ന് പറഞ്ഞൊരു പരിപാടിയാണ്. അപ്പോൾ ഈ പരിപാടിയുടെ ഒരു ചോദ്യം ചോദിക്കാം, അതിന് ഉത്തരം പറയുന്നത് നിങ്ങൾക്ക് സമ്മാനമുണ്ട്. മോളെ പേരെന്താ? ബിന്ദു. വൈഗ. നിബിന. നിഷ. ഷീജ. അപ്പോൾ ഞാൻ എൻ്റെ ചോദ്യം ഇതാണ്. ഞാൻ പല ആളുകളോടും ചോദിച്ചു, ഉത്തരം കിട്ടിയിട്ടില്ല. നിങ്ങളോടും കൂടി ഞാൻ ചോദിക്കുകയാണ്. ഉത്തരം പറഞ്ഞാൽ നിങ്ങൾക്ക് സമ്മാനമുണ്ട്. പല ആളുകൾക്കും സമ്മാനം കൊടുക്കാതെ നമ്മുടെ ഉത്തരമായി പോവുകയാണ്. ഞാൻ നേരത്തെ ഒരു എപ്പിസോഡിനകത്ത് ഈ എപ്പിസോഡിനകത്ത് തന്നെ നമ്മൾ നേരത്തെ ഒരു കാര്യം ഞാൻ പറഞ്ഞിരുന്നു, ജീവിതം പൊട്ടിയ പട്ടം പോലെ ആകരുത് എന്ന്. പൊട്ടിയ പട്ടം പോലെ ആകരുത്. കാരണം ആ പട്ടം താഴെ വീണപ്പോൾ ഞാനാണ് അതിനെ പറപ്പിച്ചത്. അപ്പോൾ അതുകൊണ്ട് ഒരിക്കലും നമ്മുടെ ജീവിതം പൊട്ടിയ പട്ടം പോലെ ആകരുത്. നമുക്ക് നമ്മളെ നിയന്ത്രിക്കാൻ സാധിക്കണം. ഓക്കെ, അപ്പോൾ ഞാൻ എൻ്റെ ചോദ്യത്തിലേക്ക് കടക്കുകയാണ്. എന്താണ് ചോദ്യം? 1 വർഷക്കാലം ഭക്ഷണമില്ലാതെ ജീവിക്കാൻ സാധിക്കുന്ന ഒരു ജീവി ഏതാണ്? വൈക, ബിന്ദുവേച്ചി പറയില്ല. വേഴാമ്പൽ. അതൊരു പുതിയ അറിവാണല്ലോ. നമ്മുടെ സമയം ഏകദേശം നമ്മുടെ എപ്പിസോഡിൻ്റെ പൂർണ്ണതയിലേക്ക് എത്തിയിരിക്കുകയായിരുന്നു. അപ്പോഴാണ് ഒരു കൊച്ചുകുട്ടി, ഒരു കൊച്ചുകുട്ടി വന്നിട്ട് ഞങ്ങളോട് എന്തെങ്കിലുമൊക്കെ ചോദിക്കണമെന്ന് പറയുന്നത്. അപ്പോൾ അതൊരു വലിയ സംഭവമാണ്. കാരണം കുട്ടികൾ എന്ന് പറയുന്നത് പൂമ്പാറ്റകളാണ്, അല്ലേ? പൂമ്പാറ്റകളല്ലേ? പൂമ്പാറ്റകളെ പോലെ പറന്ന് നടക്കുന്നവരാണ് കുട്ടികൾ എന്ന് പറയുന്നത്. അപ്പോൾ കുട്ടികളെ കുട്ടികളായിട്ട് കാണണമെന്നുള്ളതാണ് മുതിർന്നവരോട് എനിക്ക് പറയാനുള്ളത്. കുട്ടികളെ മുതിർന്നവരായി കാണരുത്. കുട്ടികൾ കുസൃതി കാണിക്കുന്നത് അവർ കുട്ടികളായതുകൊണ്ടാണ്. അപ്പോൾ അതുകൊണ്ടാണ് എനിക്കിവിടെ വരാൻ സാധിച്ചത്. മോൻ്റെ പേരെന്താ? ഫർഹാൻ. എവിടെ വീട്? ഓക്കെ. പിന്നെ ഈ ചൂടുള്ളത് കൊണ്ടാണോ ഷർട്ട് അയച്ചത്, അല്ലെങ്കിൽ വെള്ളത്തിൽ കളിക്കാനാണോ ഷർട്ട് അയച്ചത്? തണുപ്പ് കിട്ടാൻ. കണ്ടില്ലേ, നമ്മുടെ ചോദ്യം ശ്രദ്ധിക്കണേ. ചൂടുള്ളത് കൊണ്ടാണോ ഷർട്ട് അയച്ചത്, വെള്ളത്തിൽ കളിക്കാനാണോ ഷർട്ട് അയച്ചത്? തണുപ്പ് കിട്ടാനാണെന്ന്. ലക്ഷ്യം നോക്കണം. 1 വർഷക്കാലം ഭക്ഷണമില്ലാതെ ജീവിക്കാൻ കഴിയുന്ന ഒരു ജീവി ഏതാണ്? എൻ്റെ നാവിൻ്റെ തുമ്പിൽ ഇങ്ങനെ ഉത്തരം പെട്ടെന്ന് ഞാൻ പറയാൻ വേണ്ടി പോയതാണ്. അപ്പോഴാണ് ഉത്തരമല്ല പറയേണ്ട, ചോദ്യമാണ് ചോദിക്കണമെന്ന് തോന്നിയത്. 1 വർഷക്കാലം അതിന് ജീവിക്കാൻ കഴിയുന്നുണ്ട് ഭക്ഷണമില്ലാതെ തന്നെ. അപ്പോൾ നമ്മുടെ കോഴിക്കോട് വിഷൻ അവതരിപ്പിക്കുന്ന ബ്രിക്കോയുടെ വാക്ക് ആൻഡ് ചാറ്റ് എന്ന പരിപാടിയുടെ എപ്പിസോഡ് ഇവിടെ പൂർണ്ണമാകുകയാണ്. നമ്മൾ ഈ എപ്പിസോഡിനകത്ത് പല ആളുകളോടും പല ചോദ്യങ്ങളെല്ലാം ചോദിച്ചു. ഒറ്റ ചോദ്യമാണ് ചോദിച്ചത്. ഈ ഒറ്റ ചോദ്യത്തിന് ആർക്കും ഉത്തരം കിട്ടിയിട്ടില്ല. ഉത്തരം മുട്ടുകയാണ് ചെയ്തത്. പക്ഷേ ഉത്തരം കിട്ടാത്തത് കൊണ്ട് ഉത്തരം അറിയുന്ന ഞാൻ അതിൻ്റെ ഉത്തരം പറയാൻ വേണ്ടി പോവുകയാണ്. അടുത്ത എപ്പിസോഡിനകത്ത് മറ്റൊരു ചോദ്യവും അതിൻ്റെ ഉത്തരവുമായിരിക്കും. ഇതിൻ്റെ ഉത്തരം ഇതാണ്, ചിലന്തിയാണ് വല നെയ്യുന്നത്. അത് 1 വർഷക്കാലം ഭക്ഷണമില്ലാതെ ജീവിക്കാൻ കഴിയുന്ന ഒരു ജീവിയാണ് ചിലന്തി എന്ന് പറയുന്നത്. അപ്പോൾ ചിലന്തിയാണ് എന്നുള്ള കാര്യം ഓർക്കുക. അടുത്ത എപ്പിസോഡിനകത്ത് പുതിയ ചോദ്യവും പുതിയ ഉത്തരവുമായി കണ്ടെത്തുന്നതുവരെ എല്ലാവർക്കും ഗുഡ് ബൈ.